നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്, മറ്റുള്ള വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഡിസംബർ ഒക്കെയാണ്, ക്രിസ്മസ് ഒക്കെയാണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അടിപൊളിയായിട്ട് കേക്കൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് കേക്ക് അങ്ങനെ ബേക്ക് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഞാൻ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഒപ്പീനിയൻ എടുക്കുകയാണ്. ആ ആളാണ് ഇവിടുന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റത്തെ പറ്റിയാണ് ഞാൻ ഒരാളെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ബെറ്റി ആൻറ്റി. അപ്പോൾ ബെറ്റി ആൻറ്റിയാണ് ഇന്ന് ഞങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ റെസിപ്പികളും കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ബെറ്റി ആൻറ്റി എന്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് കേക്ക് ആണ്. ഓറഞ്ച്, അതാണ് സംഭവം. ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് 150 ഗ്രാം ബട്ടർ വേണം. പിന്നെ 150 ഗ്രാം ഓൾ പർപ്പസ് പൗഡർ ആണ്. ഇത് ഇത് പഞ്ചസാര പൊടിച്ചതാണ്. അത് 150 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, 150 ഗ്രാം മുട്ട, ഒരു മുട്ട ഒരു 50 ഗ്രാം എന്നാ കണക്കോട്ട്. 3 മുട്ട വേണം. ഓറഞ്ചിന്റെ തൊലിയായി ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ആണ് അതിന്റെ വെള്ളയില്ലാതെ എടുത്തിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി. അപ്പൊ ഇതിങ്ങനെ ഇതിനകത്തുനിന്ന് തന്നെ ചിരണ്ടി എടുത്തിട്ട് അതെ അതിനകത്തുനിന്ന് തന്നെ ചിരണ്ടി എടുത്ത് ഇതിനകത്ത് വെച്ചേക്കാം. അപ്പൊ ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അവസാനം അല്ല, നമ്മൾ കേക്കിനകത്ത് ചേർക്കും. പിന്നെ അവസാനം ഇതിന് പുറത്തൊരു സോസ് ഉണ്ടാക്കും, ഓറഞ്ച് ഗ്ലേസ് എന്ന് പറയും. അപ്പം പഞ്ചസാരയും അതും ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന്റെ പുറത്ത് ഒഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടല്ലോ, ആന്റി പറയാം ഓറഞ്ച് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓറഞ്ചിന്റെ എല്ലാ സംഭവങ്ങളും ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ചിന്റെ തൊലിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഈ ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ. അപ്പൊ നമ്മളിവിടെ ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ച് അരിച്ചു വെച്ചല്ലേ അതിന്റെ എടുത്ത് പിഴിഞ്ഞിട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആ ജ്യൂസ് അരക്കപ്പ് മതി അല്ലേ? അരക്കപ്പ് എടുത്ത് 150 ഗ്രാം ബട്ടർ. ഇത് റൂം ടെമ്പറേച്ചറിൽ അൺസോൾട്ടഡ് ബട്ടർ ആണ്. അൺസോൾട്ടഡ് ബട്ടർ അതല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇതും 1.5 അല്ലേ? 1.25 വേണ്ടി. 150 ഗ്രാം ആണ് ഇതുള്ളത്. ഇതങ്ങ് മാറ്റിയേക്കട്ടെ. ആന്റി എങ്ങനെ ഇത് ബേക്കിംഗ് ഒക്കെ പഠിച്ചെങ്ങനെ? ഞാൻ എൻ്റെ കൊച്ചിലെ എൻ്റെ മമ്മിയൊക്കെ ഇങ്ങനെ ബേക്ക് ചെയ്യുമായിരുന്നു. എനിക്ക് കുക്കിംഗ് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യുന്ന താല്പര്യം ആയതുകൊണ്ട് ഞാൻ എവിടെ കണ്ടാലും മാഗസിനിലൊക്കെ കണ്ടാലും അത് ശ്രദ്ധിച്ച് പണ്ടത്തെ ആണെങ്കിൽ ഈ വനിതയിലൊക്കെ ക്രിസ്മസ് ഒക്കെ അതെ അതൊക്കെ എടുത്ത് വെട്ടി സൂക്ഷിച്ചിട്ടൊക്കെ ഉണ്ട് ഒത്തിരി ഇപ്പോഴും. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ഇനി അതിനകത്തോട്ട് പഞ്ചസാര പൊടിച്ചത് 150 ഗ്രാം പഞ്ചസാര പൊടിച്ചതാണ്. ഈ പഞ്ചസാര പൊടിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുമല്ലേ? ഇത് ഞാൻ പൊടിച്ചെടുക്കുക. പഞ്ചസാരയും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സാറിന് ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് ഇത് ഇത്രയും സമയം എടുത്തത് അല്ലേ? അതുകൊണ്ട് നേരത്തെ എടുത്ത് വെക്കണം. ഓൾറെഡി എടുത്ത് വെച്ചെങ്കിലും ബട്ടർ കട്ടിയായി പോകുന്നത്. ഇപ്പൊ 3 മുട്ട. ഇപ്പൊ നമ്മളിത് എത്ര ഗ്രാമിന്റെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? 450 ഗ്രാമോളം. 450 ഗ്രാമോളം വരും അല്ലേ? മുട്ട അടിച്ചെടുക്കും. അടുത്ത മുട്ടയും കൂടെ നമ്മൾ അടിക്കുകയാണ്. ഓരോന്നോരോന്ന് വെച്ചിട്ടാണോ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇതിനകത്ത് 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്താണ്. ഇത് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. കുറേശ്ശെ
ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലേ? അത് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മറിച്ച് അതിന്റെ മേലോട്ട് ഇടണം. ശരിക്കും പറഞ്ഞാൽ ഈ ബീറ്റിങ്ങിലാണ് ഇതിന്റെ ഒരു സോഫ്റ്റ്നെസ് വരുന്നത്. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ അതുകൊണ്ട് ചില നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കട്ടിയായിട്ട് തോന്നുന്നല്ലേ? സോഫ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലപോലെ ബീറ്റ് ചെയ്ത് അതിങ്ങനെ ഇതായിട്ട് വരണം. ഫ്ലഫി ആയിട്ട് വരണം. ഓറഞ്ച് ജ്യൂസ് കൂടെ അരക്കപ്പ് വേണമല്ലോ നമുക്ക്. അരക്കപ്പ. അളവെല്ലാം കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിലും പ്രശ്നമാവും. ഇതെല്ലാം എല്ലാ സാധനങ്ങളും ഒരേ അളവാണ്. ഓ ശരി ശരി. 150 പഞ്ചസാര, 150 ഇത് മുട്ടയും 150 എന്ന് പറഞ്ഞാൽ, അതായത് മൂന്ന് മുട്ട എന്ന് പറയുന്നത്. ഓക്കെ, 50 150 വെച്ചിട്ട്. ഓക്കെ. പിന്നെ ഇച്ചിരി ബേക്കിംഗ് സോഡയും പിന്നെ പൗഡറും. അതെ, ബേക്കിംഗ് പൗഡറും പിന്നെ ഉപ്പും ഇടാം. ഇത് ഇനി വേണ്ടല്ലോ, ഇത് ആ ഒരു കപ്പ് മതി അല്ലേ? ഇച്ചിരി കൂടെ വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടി വെച്ചേക്കാം. ഇത് ഓറഞ്ചിന്റെ തൊലിയ അല്ലേ? ഫ്ലേക്സ്, ഓറഞ്ച് ഫ്ലേക്സ് എന്ന് പറയും. ഒരു സ്പൂൺ ഇട്ടാൽ മതി അല്ലേ? അപ്പൊ അത് ശരിക്കും എന്താ അതിന്റെ നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പൊ എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർക്കുന്നത്. അല്ലാതെ നമ്മള് ഓറഞ്ചിന്റെ എസൻസ് എന്നൊക്കെ പറഞ്ഞാൽ കളറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. നമ്മള് പ്ലം കേക്ക് അല്ലേ ഉണ്ടാക്കാറുള്ളത്? നമ്മള് ക്രിസ്മസിനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മാറ്റി പിടിച്ചതേ ഉള്ളു. നമ്മള് അതിന്റെ ഇങ്ങനെ ഇരുന്നാലും ബേക്കറി ഐറ്റംസ് എല്ലാം ഹോം മെയ്ഡ് സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്. ഒരു സാധനവും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാറില്ല. അത്രയ്ക്ക് നല്ല ഒരു എന്താ പറയാ കുക്കാണ് അല്ലേ? ബേക്കറും കുക്കും. ഇനിയിപ്പോ നേരെ ബേക്ക് ചെയ്യാം. ഓക്കെ. ബേക്കിംഗ് ട്രേയിലോട്ട് ബട്ടർ പേപ്പർ അടിയിൽ എണ്ണ തേച്ച് നമ്മള് ഇതിനകത്തോട്ട് ഒഴിച്ച് ഇതിപ്പം ഇതൊരു ഹാർട്ട് ഷേപ്പിന്റെ ഒരു ഇതല്ലേ? ഹാർട്ട് ഷേപ്പാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. സന്തോഷത്തിന്റെ. അല്ല, ഈ പേപ്പറിന്റെ പേരിനാണ് പാർച്ച്മെന്റ് പേപ്പർ എന്ന് പറയും, പിന്നെ ബട്ടർ പേപ്പർ എന്ന് പറയും. ഓ അത് ശരി ശരി. അപ്പൊ ഇനി അടുത്ത് നമ്മൾ എന്നാ ചെയ്യാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ, ഇനി നമ്മള് ഈ റെഡിയാക്കുന്ന കേക്കിനെ നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം ആദ്യം ഓവൻ. അത് കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓവൻ സെറ്റപ്പ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ബേക്ക് ഓപ്ഷനിൽ പോവുക. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന 350 ഡിഗ്രിയാണ്. ഇത് ഫാരൻഹീറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കിംഗ് ടൈം എത്രയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സാധാരണ ഈ കേക്കിന്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 30 to 35 മിനിറ്റ്സ് ആണ്. അതിന്റെ കൂടെ പ്രീ ഹീറ്റിന് സാധാരണ 350 ഡിഗ്രി എത്താൻ വേണ്ടി ഈ ഒരു ഓവനിന് ഏകദേശം ഒരു 12-13 മിനിറ്റ് സമയം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ടൈം ഒരു 46 മിനിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 46 മിനിറ്റ് സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഒരു 33 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും അത് പ്രീ ഹീറ്റ് ആയിട്ട് നമുക്ക് അലാം തരും. എന്നിട്ട് നമ്മൾ പിന്നെ കേക്ക് ഇതിനകത്ത് ഓൾറെഡി 350 ആകുമ്പോഴത്തേനും അലാം തരും. അതിപ്പോ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ 47 വന്നത്, 46 ഇപ്പോൾ എടുത്തു. ഇനിയിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കാണിക്കുന്നു കേട്ടോ, ഹീറ്റായി തുടങ്ങുന്ന ഒരു ടൈം കാണിക്കുകയാണ്. ഇനി വൺസ് അത് 350 എത്തി കഴിയുമ്പോഴത്തേന് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അലാം തരും. നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അപ്പൊ അത് അവിടെ നടക്കുന്ന സമയം കൊണ്ട് നമ്മൾ അടുത്ത അതിന്റെ ഗ്ലേസിംഗ് ചെയ്യാനായിട്ട് അല്ലേ? അങ്ങനെയല്ലേ ഗ്ലേസിംഗ് പരിപാടി ഉണ്ടാക്കുകയാണ്. അതിന് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഒരു സോസ് പാനിനകത്തോട്ട് ചേർക്കുക. പഞ്ചസാര പൊടിച്ചെടുക്കുന്നതായിട്ടാണ്. പിന്നെ ഇത് ഓറഞ്ച്, ഒരു ഓറഞ്ച് അല്ലേ? ഒരു ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കാണും. ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതുകൂടെ ഈ ഓറഞ്ചിന്റെ കുറച്ച് തൊലിയും കൂടെ നമ്മളിത് അടുപ്പിൽ വെച്ച് അതൊന്ന് കുറുക്കി ഒരു വരുന്ന പാനി പരുവാകുമ്പോഴത്തേനും ഓഫ് ചെയ്തിടും.
ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര ഇങ്ങനെ പഞ്ചസാര പിന്നെ ലായനി പോലെ ആക്കി എന്നിട്ട് അതിനകത്ത് ഈ ഫ്ലേവർ ഉണ്ട്. അത് ശരിക്കും എന്തിനാ ചെയ്യുന്നത് നമ്മള്? അത് ആ കേക്കിന് ഒരു ഭംഗി കൂട്ടാനും രുചിയും പിന്നെ മണവും കാണാനും ഒരു നല്ല ഒരു തിളക്കവും കിട്ടും. ഇത് എടുത്തതിന് ശേഷമാണ് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ മേലോട്ട് ഒഴിക്കും. അപ്പൊ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ അങ്ങനെ അടുപ്പിൽ വെച്ച് ചെയ്യണം. ഓക്കെ ശരി. എങ്കിൽ പിന്നെ അത് ചെയ്യാം. നമ്മൾ എത്ര നേരം ഒരു 5-10 മിനിറ്റ് എടുക്കുക. ആ പഞ്ചസാര ഒന്ന് ഉരുകി തരാനായിട്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഇത് ഒറിജിനൽ ഇപ്പൊ നമ്മളെല്ലാം ഓറഞ്ച് പിഴിഞ്ഞെടുക്കുവായിരുന്നല്ലോ ചെയ്തത്. അപ്പം ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഓറഞ്ച് ജ്യൂസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റാഴിയൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് പിഴിഞ്ഞുണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ലൈനിയായിട്ട് ഇങ്ങനെ കുറുകി വരും അല്ലേ? അത് പഞ്ചസാര അത് അരിഞ്ഞ് പഞ്ചസാര ഒരു പാനി പരുവാകും. ഒരു ചെറിയ ഒട്ടിപ്പോ ഉണ്ടായത് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ ആന്റി ആദ്യമായിട്ടാണ് ക്യാമറയിൽ മുമ്പിൽ വന്ന് ഇങ്ങനെ കുക്കിംഗ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാല് നമ്മൾ വളരെയധികം നിർബന്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ആദ്യമായിട്ട് അറിയാല്ലേ? ഞാൻ പല പ്രാവശ്യം ആന്റിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ പോലെ അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട്, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം നിർബന്ധിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. കേക്ക് ബേക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ മറന്നുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് കേക്കാണ്. സ്ട്രിങ് അങ്ങനത്തെ ഒന്നും പരുവമാകണ്ട. അങ്ങനെ ആയാല് മണ്ടയ്ക്ക് കട്ടിയായി പോകും. ഇതിങ്ങനെ പതഞ്ഞു വരും അല്ലേ? പതഞ്ഞു വരുന്നു. ഓക്കെ. അപ്പൊ അതൊരു നമ്മളിങ്ങനെ കുറുക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കി ഒരു ഇപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ ആയല്ലേ? 5 മിനിറ്റ് എടുത്തില്ല, സംഭവം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറും കൂടെ വരുന്നുണ്ട് അല്ലേ? ഒരു മണവും കൂടെ ഒക്കെ അതിന്റെ വരുന്നുണ്ട്. നമ്മൾ ഒഴിക്കുമ്പോഴാണ് നല്ല ആ ഒരു ഓക്കെ. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാവുള്ളൂ അല്ലേ? ദേഹത്തൊന്നും വീഴാൻ പാടില്ല. ഇത്രയും ആയാൽ മതി. അത് ആയാൽ മതി അല്ലേ? ഓക്കെ. ഇനി നമ്മളതെങ്ങനെ കൂൾ ചെയ്യാനായിട്ട് വെക്കുക, തണുപ്പിക്കാനായിട്ട് വെക്കുക. ഓക്കെ. കേക്കായി കഴിയുമ്പോഴത്തേനും ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഓവന് റീഹീറ്റ് ആയിട്ടുണ്ടല്ലേ? അല്ലേ? റീഹീറ്റ് ആയി. ഓക്കെ. ഇത് നമ്മുടെ കേക്കൊന്ന് കാണിച്ച് ഇനി ഇത് അതേപോലെ നമ്മളിനി ഓവനിലോട്ട് വെക്കുക. ഓക്കെ. 34 മിനിറ്റ് അല്ലേ? 34 മിനിറ്റിനുള്ള സമയത്തിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡിയാവും. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ കേക്ക് കഴിക്കാനായിട്ട്. ഓക്കെ. കാരണം നമ്മളിത് നേരത്തെ കഴിച്ചിട്ട് അത്ര അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എന്തായിരുന്നു ആപ്പിൾ കേക്ക് ഉണ്ട്, ക്യാരറ്റ് കേക്ക് അല്ലേ? ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ക്യാരറ്റ് കേക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റും ഡേറ്റ്സും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല. കാരണം എന്താ, ഇത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മള് ഇത്ര നിർബന്ധിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. ഓക്കെ ശരി. അപ്പൊ ഇത് ശരിയാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരും. ഓക്കെ. ഓക്കെ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോവാം. ഓക്കെ, തുടങ്ങാം. അടിപൊളിയാണല്ലോ, കണ്ടോ? സൂപ്പർ സാധനം. കേക്ക് കണ്ടോ? ഇനി അതെങ്ങനെ ബന്ധം ഇങ്ങനെ നമ്മളിത് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് നോക്കാതിരിക്കുമല്ലോ. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ. ഇനി അടുത്ത പരിപാടി ഗ്ലേസിംഗ് കഴിക്കാം. ഓക്കെ. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്, നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്ലേസിംഗ്. ഇങ്ങനെ ഒരു ലിക്വിഡ് പോലെ വരും അതിന്റെ മേലെ. ഓക്കെ. നല്ല ഒരു ഗ്ലേസിംഗ് ഉണ്ടല്ലോ അതിന്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി അടുത്ത പാത്രത്തോട്ട് മാറ്റും അല്ലേ? അങ്ങനെയല്ലേ? ഇനിയിപ്പോ അങ്ങോട്ട് മാറ്റും. ഓക്കെ. ഇനിയിപ്പോ അത് നമ്മളിനി കട്ട് ചെയ്യുകയാണ്. അടിപൊളി നല്ല സൂപ്പർ ആയിട്ട് വന്നേക്കുന്നുണ്ടോ? നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ് വന്നേക്കുന്നത്. ഇനി നമ്മളിനി കട്ട് ചെയ്യാം അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലോ.
അത് നല്ല എന്താ പറയാ ഫ്ലഫിയാണ്. കത്തി അങ്ങോട്ട് ഇറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല കണ്ട. ഓക്കെ, അടിപൊളി. ഇനിയിപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, സൂപ്പർ സാധനമാണോ? നമ്മളെ അത് ഒഴിച്ചില്ലേ, അതിന്റെ മേളിക്കൂടെ ഒഴിച്ചതിന്റെ ഒരു ഗ്ലേസിങ്ങിന്റെ ആ ഒരു ടേസ്റ്റും കൂടെ അതിന്റെ വരുന്നുണ്ട്. ഓറഞ്ചിന്റെ അതും കൂടെ വരുന്നുണ്ട് അല്ലേ? അപ്പം ഇത് അതിന്റെ ആ ഒരു ഞെക്കി നോക്കുമ്പോഴത്തേനും അറിയാം ടെക്സ്ചറും ഭയങ്കര രസമായിട്ടുള്ളത്. എന്നുവെച്ചാൽ അത്ര സോഫ്റ്റ് ആണത്. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാം. ബാക്കി ഞങ്ങൾ ഒന്ന് തീർക്കട്ടെ സാധനം. അതുപോലെ തന്നെ ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഒരു ആശംസകള്. ഹാപ്പി ക്രിസ്മസ്, ന്യൂ ഇയർ. അതെ, അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വിവരം അറിയിക്കുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതിന്റെ പുതിയ വീണ്ടും ഉള്ള വീഡിയോകൾ നമ്മൾ വരുന്നതായിരിക്കും. എന്റെ വാരി ഇരിക്കുന്നുണ്ട്. ടേസ്റ്റ് ഇങ്ങനെ ഞാൻ എന്താ പറയാ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെയും നന്ദി, നമസ്കാരം, ബൈ. ഓക്കെ. ഇത് തീർക്കാനായി കേട്ടോ. ഇതിപ്പം നിങ്ങളുടെ സാധാരണ കുക്കിംഗ് വീഡിയോ പോലെ അല്ലല്ലോ, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. എനിക്കിട്ട് താങ്ങിക്കോളാം.